ചെവിയിലുണ്ടല്ലോ, അമ്പാടീൻ്റെ ചെവിയിൽ പിന്നെ പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നമസ്കാരം. ഞങ്ങളെ നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ. നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുള്ള ഒരു വിശേഷമാണ്. അപ്പോൾ കാണാം. ഒന്നുമല്ല, ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇത് എല്ലാം നിരന്നിരിക്കുന്ന കണ്ടോ. എല്ലാം ഇങ്ങനെ അവിടെ എവിടെയായിട്ട് നിരന്ന് കിടക്കും. പോരാത്തതിന് നല്ല കച്ചവടയാണ്. ഇത് കുറച്ചുകൂടെ സീനായിരുന്നു. ഞാൻ പിന്നെ അത് കാണിക്കാണ്ടിരുന്നതാണ്. ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ പറക്കി വെച്ചേക്കുക. പിന്നെ പോരാത്തതിനകത്ത് മെയിനായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലായിടവും നമുക്ക് അടുക്കളയിലൊന്നും കയറാൻ ഒക്കത്തില്ല. ദേ ഈ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ ഒന്നും ഇതുവരെ തൊട്ടിട്ട് പോലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ പാറ്റയുടെ കാഷ്ടമാണ് കേട്ടോ. ചെറിയ ചെറിയ കറുത്ത പൊടികൾ. ഇതൊക്കെ നോക്കിയേ നിങ്ങൾ, ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഇതൊക്കെ ഇന്ന് പിന്നെ നമ്മൾ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. പക്ഷേ ഞാൻ ഇതൊന്നും തൊടാൻ പറ്റുന്നില്ല. ഓരോ സൈഡ് വെച്ച് ബാത്റൂമും കിടക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് അതൊക്കെ മാത്രമായിട്ട് വൃത്തിയാക്കി ഇങ്ങനെ വരുവാണ് കണ്ടോ. ഇത് നോക്കിയേ, പാറ്റാപ്പൊടിയ സ്മെല്ലാണ് കേട്ടോ. നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പാറ്റയുടെ നമ്മൾ മരുന്ന് വെക്കാത്ത എന്താണെന്നൊക്കെ ചോദിക്കുമായിരിക്കും ചിലപ്പോൾ. ഇഷ്ടംപോലെ മരുന്നൊക്കെ പല ടൈപ്പ് മരുന്നുകൾ മേടിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ 50 എണ്ണം ചത്താൽ നാളെ 100 എണ്ണമായിട്ട് തിരിച്ചു വരും. അതാണ് അവസ്ഥ. അങ്ങനെ വന്നിട്ട് ഓരോന്ന് വൃത്തിയാക്കുന്നതിൻ്റെ കുറേ വേസ്റ്റൊക്കെ പറക്കി വെച്ചേക്കുക. ഫ്രിഡ്ജിലുൾപ്പെടെ നമുക്ക് പാറ്റയാണ്. ഫ്രിഡ്ജിലുൾപ്പെടെ പാറ്റയാണ്. ഞാൻ പിന്നെ ഒരുമാതിരി ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്നുണ്ടെന്ന കാന്താരിയാണ് കേട്ടോ. നാട്ടിൽ നിന്നുണ്ട് കാന്താരിയാണ്. ഫ്രിഡ്ജിൽ പോലും നമുക്ക് സാധനം ഒരെണ്ണം തുറന്ന് വെക്കാൻ ഒക്കത്തില്ല. അഥവാ തുറന്നിരുന്നാൽ അതിനകത്ത് പാറ്റ കയറിയിരിക്കും. അതാണ്ട് ഞാൻ പറഞ്ഞില്ലേ, ദേ ഇത് പാറ്റയാന്ന് തോന്നുന്നു. അല്ല, ദേ ഇത് കണ്ടോ, പാറ്റയൊക്കെ ചത്ത് കിടക്കുന്നതാണ്. ഫ്രീസർ കണ്ടോ. ഫ്രീസറിലോട്ട് ഞാൻ കൈ തൊട്ടിട്ടില്ല. എനിക്ക് സമയം കിട്ടിയില്ല. എല്ലാം കൂടെ നമ്മൾ കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നതിൻ്റെ പാചകവും ചെയ്യണം, പിന്നെ ക്ലീനിങ്ങും ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒന്നും പറ്റുന്നില്ല. കുറേശ്ശെ ചെയ്യാൻ പറ്റും. പോരാത്തതിനുണ്ടല്ലോ, ഇന്ന് നമ്മുടെ പെസ്റ്റ് കൺട്രോളിൻ്റെ ആൾക്കാർ പിന്നെ വരുമെന്ന് കൂടെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പറക്കി വെച്ച സാധനങ്ങൾ ഇത്രയും എന്ത് ചെയ്യണം, തിരിച്ച് പറക്കി പിന്നെ ഒരു പെട്ടിയിലോ വല്ലതിലോ ആക്കി വെച്ച് കൊടുക്കണം. അലമാരിലൊക്കെ പറക്കി ഒതുക്കിയ സാധനം മൊത്തം തിരിച്ച് പെട്ടി പറക്കി കയറ്റുവാണ്. കബോർഡുകളെല്ലാം അതൊന്നും ഒഴിക്കണ്ട. പറഞ്ഞാൽ ചെറിയ കബോർഡൊക്കെ ഇല്ലേ ഇത് ഉണ്ടല്ലേ. അപ്പോൾ ഈ ചെറിയ ഈ ചെറിയ ഈ റൂമിൽ അത്രയും പാറ്റ ഇല്ലായിരുന്നു. പക്ഷേ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ കയറി കൂടി. ചെറിയ കബോർഡുകൾ എല്ലാം പറക്കി നമ്മൾ ഇനി വേറെ എവിടെയോ പറക്കി വെച്ചിട്ട് ആഹാര സാധനങ്ങൾ എല്ലാം പറക്കി മാറ്റുമ്പോഴാണ് അവരത് മരുന്നടിച്ചിട്ട് പോകുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മരുന്നടിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഇതിനകത്ത് കയറാൻ പറ്റുമെന്നാ. നമുക്ക് അലർജി ഉള്ളതുകൊണ്ട് അത് 2 ആഴ്ച. അതിപ്പോൾ ഇനി എങ്ങനെ ആവുമോ എന്തോ. എന്തായാലും ചെവിയിലുണ്ടല്ലോ, അമ്പാടീൻ്റെ ചെവിയിൽ പിന്നെ പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, അമ്പാടിച്ചോണ്ടിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അമ്പാടിച്ചൻ്റെ ചെവിയിൽ 2ലും നമ്മൾ പിന്നെ പഞ്ഞി തിരികെ വെച്ചിട്ടാണ് കിടക്കുന്നത്. പാറ്റ കയറുമെന്ന് വിചാരിച്ചിട്ടേ അത്രയ്ക്ക് കട്ടിലെ ഫുള്ള് പാറ്റയാണ്. നാട്ടിൽ പോയാലും പോയില്ലേലും നമ്മൾ എത്ര വൃത്തിയാക്കി, ഇപ്പോൾ ചിലപ്പോൾ വൃത്തിയാക്കാഞ്ഞിട്ടായിരിക്കുമെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതേ പഞ്ഞിയൊക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ടോ, മേടിച്ചതാ പഞ്ഞി. പെസ്റ്റ് കണ്ടുകൊണ്ട് ആൾക്കാർ വരുന്നതിനും പറ്റേ ഒരു സാമ്പാർ അങ്ങാക്കി കൊച്ചുങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ലല്ലോ. വന്നപ്പോൾ ഇത്രയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് പാറ്റ. ഞങ്ങൾ മരുന്ന് വെച്ചിട്ടാണ് പോയത്. എന്താണ്ട് ഈ മരുന്ന് 7 റിയാലാട്ടോ ഇതിൻ്റെ വില. ഭയങ്കര വിലയാണ്. അന്നേരം കുറച്ച് ചത്തൊക്കെ കിടന്ന്. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഉണ്ട്. കട്ടിലിൻ്റെ സൈഡിലെല്ലാം ചത്ത് കിടക്കുവാണെന്നേ. ഈ ഫ്ലാറ്റ് നമ്മൾ എടുക്കുന്നത് തന്നെ നമുക്ക് സ്കൂള് സൗകര്യം അടുത്തൊക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ ഇതാണ് പ്രശ്നം. നമുക്ക് എടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഇവിടുന്ന് മാറിപ്പോയാൽ ഇത്രയും സൗകര്യത്തിന് സുരക്ഷിതമായിട്ടൊരു സ്ഥലം നമുക്ക് ഇവിടെ അടുത്തൊന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ അത് റെൻ്റൊക്കെ കൂടുതലാണ്. പക്ഷെ ഇതിങ്ങനെ സഹിക്കുക, അല്ല തന്നെ വേറെ എന്തുവാ ചെയ്യുന്നേ. അമ്പാടിച്ചിന് ഇഡ്ഡലി കൊണ്ട് വെച്ചേക്കുക. കഴിക്കൊക്കെ പൊന്നാരാ. ഇനിയപ്പോഴേ കുറച്ച് ചോറ്, എല്ലാവരും കാപ്പിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനേ ഇപ്പം ഇനി ആ മരുന്നടിക്കാൻ വരുന്നവരുണ്ടെങ്കിൽ നമുക്കിനി എപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറൊക്കെ ആക്കി ഏട്ടൻ രാവിലെ കൊടുത്തു വിട്ടു നമുക്ക് കഴിക്കാനായിട്ട്. എനിക്കും പിള്ളേർക്കുമായിട്ടേ കുറച്ച് ചോറെടുക്കുക. ഇന്നലെ വെച്ച് കുറച്ച് തോരനാണ്. ഈ മുട്ടക്കൂസ് തോരൻ. പക്ഷെ ഈ മുട്ടക്കൂസ് ഉണ്ടല്ലോ, കയർപ്പ് വരുന്നേ. ഏട്ടൻ രാവിലെ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ചമ്മന്തിയും ബീട്രൂട്ട് തോരനേ ഉള്ളൂ, വേറൊന്നും ഇല്ല. മരുന്നടിക്കാൻ വന്നു കേട്ടോ.
അവരടിച്ചിട്ട് പുറത്തിറങ്ങി കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസിലോട്ട് പോവുക. എല്ലാവരും പുറത്താണ്. കഥ അടച്ചു. പിന്നെ ഈ അലർജി കാരണം ഇനി ഇതിനകത്ത് ഇനി എങ്ങനെ വന്ന് കയറുമെന്ന്. ചെവി പഞ്ഞി വെച്ചോണ്ട് കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. മൂക്കിലല്ല ചെവിയിൽ. ചിരിക്കണടി. അയ്യോ. ഇനി ബസ് കയറി വേണം കേട്ടോ ഞങ്ങൾക്ക് പോകാനായിട്ട്. വെയിലിൽ ഇവിടെ മഴയാണേ. മഴയായതുകൊണ്ട് തന്നെ ഒരു തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഭയങ്കര ശക്തിയില്ല വെയിലിന് എന്ന് വേണം പറയാൻ. അല്ല, വീടങ്ങ് പൂട്ടി നമ്മളിങ്ങനെ റോഡിൽ ഇറങ്ങി ഇപ്പോൾ ഓഫീസിലോട്ട് പോവാ. അല്ല, അങ്ങോട്ടാ പോയി. നമുക്ക് അങ്ങോട്ടല്ല പോകണ്ടേ. നമുക്ക് ആ ബസ് തിരിച്ചു വരും. ഇപ്പം ഇവിടെ റോഡ് പണി നടക്കും കേട്ടോ. ഇത് അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഉച്ച തൊട്ട് ഞാൻ പറയാം, ഒരു വൈകിട്ട് 4 മണി തൊട്ട് രാത്രി എത്ര മണി വരെ 8 മണി വരെ കറണ്ടില്ലായിരുന്നു. ഇത് മഴ വന്ന് വെള്ളമൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു. കറണ്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് പ്രശ്നങ്ങളായിട്ട്. അപ്പോൾ അവർ ഇന്നും പണി നടക്കുക. ഇന്നെന്തായാലും കറണ്ടുണ്ട്. അതെ, അവിടെ ഒരു വണ്ടിക്കകത്തെ അപ്പുറത്തൊരു വണ്ടി കിടപ്പുണ്ടേ. അതിനപ്പുറത്തോട്ട് ആ വണ്ടിയിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് ഈ പണിക്കാരുടെ ആഹാരം എല്ലാം ഉച്ചയ്ക്കുള്ളത് കൊണ്ടുവന്ന് നിരത്തി വെച്ചേക്കുന്ന കണ്ടോ. ആണ്ടോ ഫുഡ് മേടിക്കുന്ന കണ്ടോ. ബോട്ടിനൊക്കെ ക്ഷീണിച്ചൊരു വഴിയായി. ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ. ഞങ്ങളുടെ ഫുഡാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ രാവിലെ ചോറൊക്കെ പറക്കി കിട്ടിയത് ഇല്ല. ആ അങ്കിള് ക്ലീൻ ചെയ്യാൻ വന്ന അങ്കിളുണ്ടല്ലോ, കഴിഞ്ഞിട്ട് എന്നോട് പറയാ മാതൃഭാഷ ഹിന്ദി അല്ല, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിച്ചതുകൊണ്ട് അത്യാവശ്യം ഹിന്ദിയിൽ പിടിച്ചിരിക്കും ഞങ്ങൾ. ഞാൻ 8ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചു. 9 തൊട്ട് 10 വരെ പഠിച്ചു. ഞാൻ 9ഉം 10ഉം ഹിന്ദി എടുക്കാത്തതെന്ന് വെച്ചാൽ 9ലും 10ലും ഏറ്റവും കടുകട്ടി ഹിന്ദി ആയിരിക്കും നമുക്ക് തരുന്നത്. അതുകൊണ്ട് അത് പഠിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ മലയാളം എടുത്തു. ബട്ട് ഹിന്ദി കുറച്ച് തോടാ മലയാളത്തിലുള്ള വാക്കുകളില് അമ്മും നമ്മും ഒക്കെ മാറ്റിയിട്ട് ദർശൻ ഹേയ് പക്ഷെ നമ്മള് പിടിച്ചു നിൽക്കും കേട്ടോ. നമ്മൾ ആ മലയാളി ആരാ 5 തൊട്ട് 10 വരെ ഹിന്ദി പഠിച്ചതിന്റെ ഗുണമാണത് കേട്ടോ. 1 തൊട്ട് 8 വരെ ഹിന്ദി പഠിച്ചു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ഹിന്ദി പഠിച്ചത്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മൾ നമ്മുടെ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം ഹിന്ദിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ആ ഭാഷ പഠിച്ചത് വളരെ പ്രയോജനമാണ്. ഞാൻ കേട്ടിട്ടുള്ളത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് അതിന് വേണ്ടി. അല്ല, അത് മറ്റേ നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ, ഇത് ഇന്ത്യ മാത്രമായിട്ട് നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ പിടിച്ചു നിൽക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇവിടെ വന്നപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിടിച്ചു നിൽക്കാനെന്ന് പറഞ്ഞാൽ തിരിച്ചു തോനെയും പറയാനൊന്നും ചോദിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെയുള്ള ലെവലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അല്ല, മറ്റേ മായമോനി പറയുന്ന കണക്ക് അത്യാവശ്യം വെള്ളം വേണമെന്ന് പറയാൻ കാന ചായയോ ചായയോ ഇത്രയൊക്കെ പറ്റും കേട്ടോ. പിന്നെ തമിഴ് കേട്ടാലും മനസ്സിലാവും. പറയാൻ അത്രയ്ക്ക് അപ്പോഴേ നമുക്ക് വിശന്നാണെങ്കിൽ കുടല് കരിയുന്നു. ഇനിയിപ്പോ ഓഫീസിൽ എത്തിയിട്ട് ആ 1 മണിക്കൂർ വണ്ടിയിൽ ഇരുന്നാലേ നമ്മൾ ഓഫീസിൽ എത്തുള്ളൂ. ഞാൻ ഇവിടെ ഞങ്ങൾ 2 റാഗി കഴിക്കില്ല. അതിന് ചെയ്യുന്ന എന്താണെന്നറിയോ, ദോശമാവിനകത്ത് റാഗി ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇഡലിയും ദോശ ഉണ്ടാക്കി തരാം. സോ എനിക്ക് വിശക്കുന്നില്ല. അമ്മ എന്താ എടുത്തിട്ടുള്ള കഴിക്കാൻ? ചോറ. ഇനി പാചകമൊന്നും നടക്കത്തില്ല. കാരണം അത്രയ്ക്ക് കച്ചടയാണ്. നമുക്ക് കയറാനും പറ്റുന്നില്ല. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കയറാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി വൈകിട്ട് പുറത്ത് എവിടെയെങ്കിലും കഴിച്ചേ പറ്റും. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ചോറൊക്കെ എടുത്തത്. രാവിലെ കാപ്പിയും കഴിച്ചു, ചോറും ഏട്ടനും ചോറ് കൊടുത്തു വിട്ടു. ബസ് അവിടെ കണ്ടു. അതിന് ഇങ്ങോട്ടാണെങ്കിൽ ഭാഗ്യം, രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വന്ന് അമ്മ അവിടെ ഇരിക്കമ്മ. അമ്മ ഇവനെ പിടിച്ചു. അമ്മ നല്ല രീതിയിൽ കുലുക്കം ഉണ്ടാവും. അമ്മയോട് അവിടെ ഇരിക്കാൻ പറ. അങ്ങനെ നമ്മൾ ഓഫീസിൽ എത്തിയേട്ടാ. ഒരു 3/4 മണിക്കൂർ ബസ് ചെയ്തിട്ടാണ് ഓഫീസിൽ വന്നത്. ഇനി ഇവർക്ക് ചോറെടുത്ത് കൊടുക്കട്ടെ. വിശക്കുന്നതായിരിക്കും എല്ലാവർക്കും. ഇനി അമ്പാടിക്ക് വിശക്കുന്ന ചോറ് കൊടുക്കട്ടെ. 1 മണിയായി കേട്ടോ. അത് ഒരാൾക്കുള്ള ചോറ്, ഇത് അടുത്താക്കുക. ചോറ് കൈ കഴുകും. കൈ കഴുകുമക്കള് കഴിക്ക. അതും ചോറാ ചേച്ചിക്ക്. അവിയൽ വേണ്ട. മോന് ഇഷ്ടമുള്ളത് മാത്രം തിന്നെ. അവിയലല്ലത് തോരന.
അതൊരു സൈഡിലോട്ട് വെക്ക്. ആ കഴിക്ക. ചേച്ചിക്ക് കഴിച്ചോ. ഓഫീസിൽ ഒന്നിങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ വൈകിട്ടും വീട്ടിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വൈകിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ പുറത്തുനിന്ന് കാണാൻ കഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് കിടക്കാൻ പറ്റുമോ എന്തോ അറിയത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ കാണാൻ കിടന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നിർത്തുന്ന അടുത്ത വിശേഷമൊക്കെ ആയിട്ട് വീടിൻ്റെ അവസ്ഥ ഞാൻ കാണിക്കാം കേട്ടോ. അടുത്ത ദിവസം വൈകിട്ട് ചെന്നിട്ട് ഒക്കുമെങ്കിൽ നോക്കട്ടെ. അപ്പോൾ നിർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. ഇതേ കണ്ടോ അടുക്കളയുടെ അവസ്ഥ കണ്ടോ? ഞങ്ങളിപ്പോൾ രാത്രി വന്ന് നോക്കുക. ഫുള്ള് പാറ്റയാണെന്നേ. എല്ലായിടവും മരുന്നൊക്കെ അടിച്ച് കുളമായിട്ടിരിക്കുക. എല്ലാം വാരി ഇട്ടേക്കും അവിടെ എവിടെയൊക്കെ ആയിട്ട്. വൈകിട്ട് പോയി ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ടുവന്ന് എല്ലാവരും അങ്ങനെ കിടന്നു. ഓഫീസിലാണ് കേട്ടോ. അടുത്ത ദിവസം പറയാം കേട്ടോ ബാക്കി വിശേഷം.